നോട്ടീസ് വന്നിരിക്കുന്ന 5-ാം തീയതിയാണ്. 5-ാം തീയതി ആകുമ്പോൾ സാറ്റർഡേ സൺഡേ കോടതിയില്ല. അപ്പോൾ ഇന്നാണ് മൺഡേ. അപ്പോൾ ഇന്ന് നമ്മൾ കോടതി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. കോടതി എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ വിധി എന്താ വരുന്നത് അതുവരെ സാറൊന്ന് കാത്തിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ബ്രിട്ടീഷ് വരുന്നതിന് മുമ്പ് നമ്മളിവിടെ താമസമുണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ താമസമുള്ള സ്ഥലങ്ങളാണ്, നാടാണ്. അപ്പോൾ അതിനേക്കാളും മുമ്പ് നമ്മളിവിടെ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൽ ഈ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ ഒരിക്കലും ഈ ഭണ്ഡാരം ലാൻഡ് വന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്കറിയില്ല. നമ്മുടെ കയ്യിൽ എല്ലാ പ്രൂഫും നമ്മൾ താമസിച്ചായിട്ടുള്ള എല്ലാ ഇതും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതും കൊണ്ട് സാറിപ്പോൾ തന്നിരിക്കുന്നത് നോട്ടീസ് തന്നത് 5-ാം തീയതി സാറ്റർഡേ സൺഡേ കോടതിയില്ല. അപ്പോൾ ഇന്നാണ് കോടതി തുറക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയുടെ മുമ്പിൽ വക്കീലന്മാരുണ്ട്, നമ്മുടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് സാറൊന്ന് വെയിറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. അല്ലാതെ തടസ്സപ്പെടുത്താനോ ഒന്നുമല്ല. ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഈ നാട്ടിലെ തന്നെ ശ്രീ ഡി അലി മലിക് ഖാൻ, പിന്നെ അദ്ദേഹത്തോടൊപ്പം വേറെ 3-4 പേരടങ്ങുന്ന ഒരു ആളുകൾ ഈ നാട്ടിലെ ആളുകൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും അവരുടെ വരുന്ന ഒരു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ വരുന്ന ആ ഷെഡ്യൂളിൽ വരുന്ന പ്രോപ്പർട്ടീസിൽ ഞങ്ങളൊന്നും ചെയ്യരുത്, 27/6/2024 ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള ഈ സർവേ നമ്പർ ഭൂമികൾ ഒഴിവാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറെ ഭൂമികളിലൊന്നും ഞങ്ങൾ ഈ വർക്ക് ചെയ്യരുത് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയുമായി തുടരാതെ ഇരിക്കാൻ യാതൊരു നിർവാഹമില്ലാത്തതാണ്. സാർ നോട്ടീസ് തന്നത് സാറ്റർഡേ സൺഡേ ആയിപ്പോയി. അപ്പോൾ നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി അവധിയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് പ്രശ്നം. സാർ ഈ മറ്റേതിന് നോട്ടീസ് കൊടുത്തിട്ട് സമയം തന്നു. അപ്പോൾ സാറ്റർഡേ സൺഡേ അല്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ എല്ലാ കളക്ഷനും എല്ലാം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നാണ് കോടതി തുറക്കുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടന അനുസരിച്ച് ഓരോ പൗരനും അവരുടെ ഏതെങ്കിലും കാര്യങ്ങൾ നിയമാനുസൃതമല്ല നടത്തിയത് എന്ന് തോന്നുന്ന പക്ഷം ജുഡീഷ്യൽ സിസ്റ്റത്തെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് 2 ദിവസം ഹോളിഡേ ആയി എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്കുള്ള നിർദ്ദേശം അനുസരിച്ച് ഹോളിഡേയിലും ഈ ജോലി തുടരണം, ജോലി ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് അങ്ങനെ നോട്ടീസ് നൽകേണ്ടി വന്നിട്ടുള്ളത്. അല്ലാതെ നിങ്ങളെ ഒഴിവാക്കുവാനോ ഹൈക്കോടതിയെ സമീപിക്കാതിരിക്കുവാനോ വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് 10 ദിവസത്തെ സമയമാണ് തന്നിരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ ജോലി പൂർത്തിയാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജുഡീഷ്യൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഉത്തരവിനെ അനുസരിച്ചിട്ടല്ലാതെ വേറെ പുതിയ ഉത്തരവുകളൊന്നും ഈ ജോലി നിർത്തിവെക്കാൻ ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ജോലികളുമായിട്ട് മുന്നോട്ട് പോവുകയല്ല, നിർവാഹമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾമേൽ ഞങ്ങളുടെ ഉത്തരവ്, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്ന പക്ഷം എത്രയും പെട്ടെന്ന് നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ദീപ് അലി മലിക് ഖാൻ സാറിൻ്റെ അദ്ദേഹം വാങ്ങിച്ച ഉത്തരവ് പോലെയുള്ള ഒരു ഉത്തരവ് നിങ്ങൾ വാങ്ങിക്കുന്ന പക്ഷം അല്ലാതെ ഞങ്ങൾക്ക് ഈ ജോലി നിർത്തിവെക്കുവാൻ യാതൊരു നിർവാഹമില്ല. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമുക്ക് ആ ഉത്തരം കിട്ടുന്നവരെ സാർ നിർത്തിവെക്കണം. അല്ലാതെ ഉത്തരം കിട്ടുന്ന ഇപ്പോൾ ഇന്നാണ് കോടതി തുറന്നത്. അപ്പോൾ നമുക്ക് സമയം വേണം. അതാണ് ഞങ്ങൾ പറയാനുള്ളത്. അതാണ് നമ്മളുടെ റിക്വസ്റ്റ്. ഇന്നലെ ഇല്ലായിരുന്നു, സാറിനറിയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നാണ് തുറക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അത് കിട്ടുന്നവരെ നിർത്തിവെച്ചു. ഡോക്യുമെന്റ്സ് മേടിക്കണം, കളക്ട് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട്. ഇവിടെ എത്ര പേരുണ്ട് താമസിക്കുന്ന സ്ഥലങ്ങൾ? ഇവിടെ ഈ പറയുന്ന ഇതിൽ ഞങ്ങൾ ഇന്നലെ നോട്ടീസ് നൽകിയല്ലോ. ഇതിൽ എത്ര കെട്ടിടങ്ങളാണ്, എത്ര ഇതാണ് ആൾതാമസം ഉള്ളത്? നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് നോക്കാം. ഞങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളവിടെ ഓഫീസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരുന്നതാണെങ്കിൽ ഞങ്ങൾക്കും കൂടി ഒരു ഐഡിയ കിട്ടും. ദയവായി നിങ്ങൾ കുറച്ച് ലീഡേഴ്സ് മാത്രം ഒരു 10-15 ലീഡേഴ്സ് വന്നിട്ട് ഞങ്ങൾക്കത് കാണിച്ചു തന്നാൽ ഞങ്ങൾക്കത് കാണാൻ സാധിക്കും. ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് തീരുമാനിക്കും.